എൻ്റെ കൊച്ചി സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ചിക്കൻ ഞാൻ നല്ല രീതിയിൽ കഴുകി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഉപ്പും ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1.5 സ്പൂൺ കോൺഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന കോൺഫ്ലവറും 2 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നാരങ്ങ നീര് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. എനിക്കിവിടെ ഞാൻ അരമണിക്കൂറേ വെക്കുന്നുള്ളൂ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 വറ്റൽ മുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. വറ്റൽ മുളക് നല്ല രീതിയിൽ ചുവന്ന് വരുമ്പോൾ നമുക്ക് കോരാം, മൂത്ത് വരുമ്പോൾ കോരാം. ഇത് വറ്റൽ മുളക് നമുക്ക് കോരിയെടുക്കാം. നമുക്ക് ആ എണ്ണയിലോട്ട് നമ്മൾ കോൺഫ്ലവറും 2 സ്പൂൺ കോൺഫ്ലവറാണ്, ഞാൻ 1.5 സ്പൂൺ എന്നാണ് പറഞ്ഞത്, എനിക്ക് തെറ്റിപ്പോയി. കോൺഫ്ലവറും 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ആ എണ്ണയിലോട്ടൊന്ന് ഇട്ട് വറുത്ത് കോരി എടുക്കാം. ഇതെല്ലാം ഇവിടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കോരി വെച്ചതിന് ശേഷം ഈ പാനിൽ തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കാം. അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്കൊരു 25 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി മാത്രം ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ പകുതി സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി പൊളിക്കുന്ന പാട്. എന്നെക്കാളും പാചകം ചെയ്യുന്നവർ കാണും, എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ ചെയ്ത് കാണിക്കുന്നതാണ്. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഞാൻ വലിയ പാചകക്കാരിയൊന്നുമില്ല, ഞാൻ സാധാ ഒരു വീട്ടമ്മയാണ്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി സവാള ചെറിയ ഉള്ളി ഇത്രയും ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടതാണ് എങ്കിലും മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, പെരുംജീരകപ്പൊടി ഇത്രയും കൂടെ ഇട്ട് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. അധികമായാൽ മധുരിക്കും. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പത്തിനോടും ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്.